ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഏറ്റവും ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഞാൻ വിചാരിച്ചു നഴ്സിംഗിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു പേടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് നമുക്ക് സെക്കൻഡ് ചെയ്യാം. അത് രണ്ടാമതാണ് പോളിൽ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്, അതിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഒരു നഴ്സിംഗിലേക്ക് നമുക്ക് കടക്കുമ്പോഴത്തേക്കും വരാനായിട്ട് സാധ്യതയുള്ളത്, അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാം. ഒന്ന് ഫിസിക്കലിയും, രണ്ട് മെന്റലി. മെന്റലി എന്ന് പറയുമ്പോൾ ഇമോഷണൽ ആയാലും സ്ട്രെസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് തലവേദന, പലതരത്തിലുള്ള പെയിൻസ്, പലതരത്തിലുള്ള ഡിസീസുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് ഫിസിക്കലി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാം. ഈ ഒരു ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റൽ ആയിക്കോട്ടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ഒക്കെ ചെയ്യുന്നവര് ഇന്ത്യൻ കുട്ടികൾ കുറവാണ് കേട്ടോ. ചിലപ്പോൾ ഇന്ത്യൻ കുട്ടികൾ ഉണ്ട് നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നവർ. അതെങ്ങനെയായിരിക്കും? അവർ ചിലപ്പോൾ നഴ്സിംഗിലോട്ട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിരിക്കും അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈ ഒരു കാര്യമോ എടുത്ത് തലയിൽ വെക്കാനായിട്ട് പറ്റില്ല. അതിന് അവരെ നമുക്കൊന്നും കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ആയിരിക്കത്തില്ല ഈ ഒരു കാര്യം. നഴ്സിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ല ഈ ഒരു നഴ്സിംഗ് കോഴ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എടുത്താൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ 70 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല 50 സ്റ്റുഡൻസ് പോലും നഴ്സിംഗ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് വന്നവരല്ല. അവർ വന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കും അവർക്ക് ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഒരു മെന്റലി ആയാലും ഫിസിക്കലി ആയാലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് കമ്പാരിറ്റീവ്ലി ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അളവ് ഭയങ്കര കുറവാണ്, റേറ്റ് ഭയങ്കര കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫ്രം എൽ കെ ജി തൊട്ട് തന്നെ നമ്മളുടെ ആ ഒരു സിലബസ് ഒക്കെ ഭയങ്കര ഒരു രീതിയിൽ നമ്മുടെ ആ ഏജിന് പറ്റുന്നതല്ല. കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ സിലബസ് എന്ന് പറയുന്നത്. അതിപ്പോൾ വേൾഡ് വൈഡ് എല്ലാവരും പറയുന്ന കാര്യമാണ്. കുറച്ചും കൂടെ ഹൈ സിലബസ് ആണ് ഇന്ത്യൻ സിലബസ്. അതിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയാലും സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയാലും 10th ആയാലും +2 ആയാലും. അതുകൊണ്ട് തന്നെ നഴ്സിംഗും നമുക്ക് അതേപോലെ തന്നെ ഇത് ബുദ്ധിമുട്ടുമെങ്കിലും നമ്മൾ ഇന്ത്യൻ കുട്ടികൾ അത് നന്നായിട്ട് നേരിട്ട് പോകാറുണ്ട്. എല്ലാവരും പോവാറുണ്ട്, പോയില്ല എന്നല്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ സ്റ്റുഡൻസ് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നിർത്തിയിട്ട് പോകുന്നതോ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയിട്ട് പോകുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഇത്രയും നാൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഫിസിക്കൽ ഇഷ്യൂസിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഫിസിക്കൽ ഇഷ്യൂസ് വരുന്നത്? ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഫോൺ എന്നെ നന്നായിട്ട് തന്നെ എൻ്റെ ഫോൺ ക്യാമറ എന്നെ വെളുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണുന്നത് കുറവായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇതെൻ്റെ നഴ്സിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൂടെ സിബ്ലിങ്സ് ആയിട്ട് കൂടെ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സ്ട്രെസ്സും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിയും. അടുത്തതായിട്ട് കയ്യിൽ ഒരു പെയിൻ. എനിക്ക് ഈ ഒരു വിരലിൽ നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം ഞാൻ പെൻസിൽ അല്ലെങ്കിൽ പേന പിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാ പിടിക്കാറ്. അപ്പൊ എൻ്റെ ഈ ഒരു വിരലാണ് നന്നായിട്ട് സ്ട്രെസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എഴുതി എനിക്കൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും തന്നെ ഈ ഒരു ജോയിൻസിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഞെട്ടൊടിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ 4th ഇയർ കഴിഞ്ഞ് എൻ്റെ എഴുത്തൊക്കെ ഏകദേശം അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചില കുട്ടികൾക്ക് എന്ത് പറ്റുമെന്ന് പറയും, ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഏത് കയ്യിലാണോ പേന പിടിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നതെങ്കിൽ ഇവിടെ, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന കുട്ടികളുണ്ട്, അതാവുമ്പോൾ ഈ ഒരു സൈഡിൽ. അങ്ങനെ നമ്മുടെ ജോയിൻസിൽ അല്ലെങ്കിൽ പേന എപ്പോഴും കൊള്ളുന്ന ഏരിയയിൽ ഭയങ്കര തിക്കായിട്ട് സ്കിന്ന് തിക്കാവുകയും അവിടെ നമുക്കൊരു പിമ്പിൾ പോലെ പിമ്പിൾസ് വരികയും ചിലപ്പോൾ അത് പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. എഴുതുന്ന സ്ഥലത്ത് ഒരു സ്ട്രെസ് കൊടുക്കും. എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങ് പോയി. അത് പിന്നെ
അതിലോട്ട് പോയില്ല, അപ്പോൾ അതങ്ങ് പോയി. പിന്നെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് ഒരുപാട് നേരം ഈ എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈയും ഒക്കെ വേദനിക്കും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിന്നൊന്നും ശീലമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ, നമ്മുടെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും നിൽക്കുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു നിൽക്കുന്നതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ജോയിൻസ് പെയിൻ വരും. നമ്മൾ ഈ യങ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. യങ് ആയിട്ടുള്ള നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കുറച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വരില്ല. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തേക്കാം. ചിലപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് ഫേസ് ചെയ്യുന്നവരും കാണും. അടുത്തതായിട്ട് ഹെഡ് ഏക്ക്, തലവേദന എന്ന് പറയുന്ന ഒരു കാര്യം മൈഗ്രെയിനിലോട്ട് പോയവരെ ഒരുപാട് പേരെ എനിക്കറിയാം. നഴ്സിംഗിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ തലവേദന വരും. നമ്മളെല്ലാവരും ആരെങ്കിലും ഒക്കെ തന്നെ ക്ലാസ്സിൽ വിക്സുമായിട്ടായിരിക്കും ദിവസവും വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വിക്സിനൊന്നും പഞ്ഞം കാണത്തില്ല. നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ട് തലവേദന എങ്ങനെ വരുമ്പോൾ ആരുടെയെങ്കിലും വിക്സ് ഉണ്ടോ, ആക്സ് ഓയിൽ ഉണ്ടോ, ടൈഗർ ബാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, എവിടെന്നെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും. കാരണം ആർക്കെങ്കിലും ഇതൊക്കെ ആയിട്ട് അവർ കൊണ്ടുവരും. അത് അടുത്ത ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. അടുത്തതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബാക്ക് ഏക്ക് ആണ്. ഒന്നുകിൽ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ കഴുത്തിന്റെ ബാക്കിലായിട്ട് ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഇരുന്നായിരിക്കും എഴുതുന്നത്. എഴുതി 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 കഴുത്ത് നല്ല വേദനയായിരിക്കും. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവും. നല്ല രീതിയിൽ ഉണ്ടാവും. കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യില്ല. പഠിക്കുന്ന സമയത്ത് ഇത്രയും സ്ലീപ്പ് സൈക്കിൾ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ടൈം മാനേജ് ചെയ്ത് ചെയ്താൽ സ്ലീപ്പ് സൈക്കിൾ നമുക്ക് പഠിക്കുന്ന കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പോലും പിള്ളേർക്ക് എല്ലാവർക്കും, ഇത് നമ്മുടെ ഈ ഒരു ഏജ് ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ രാത്രി ഇരുന്ന് എഴുതുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഇരുന്നായിരിക്കും അവർ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഉറക്കം കുറവ്. ആ ഉറക്കം കുറവ് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. സ്കിൻ പ്രോബ്ലംസ് ആണെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക് സർക്കിൾസ്, ഹെയർ ഫോൾ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് നിങ്ങളുടെ ഈ ഒരു സ്കിൻ ടോൺ തന്നെ നിങ്ങൾക്ക് മാറിപ്പോകും. ലൈക്ക് സ്കിൻ കെയർ ഒന്നും പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഡള്ളാവും, ഡാർക്ക് ആവും. കാരണം നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്സിനൊക്കെ പോകുമ്പോൾ തന്നെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ സർവേ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു സ്കിൻ ടോണും ഡാർക്ക് സർക്കിൾസും ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും PCOS അല്ലെങ്കിൽ PCOD. PCOD എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത്, നിങ്ങൾ കംപ്ലീറ്റ് ടൈം ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്, എഴുതുന്നത്. ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രോപ്പർ എക്സസൈസ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ PCOD കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂ. ഒരുപാട് നേരം ഇരുന്ന് എഴുതുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ടൈം ഇരുന്ന് നമ്മുടെ ബോഡി ഒരു റെസ്റ്റിംഗ് രീതിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തെറ്റാനും അതുകൊണ്ട് തന്നെ ഈ PCOD ഒക്കെ വരാനുള്ള ചാൻസും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ഫിസിക്കൽ ഇഷ്യൂസ് എങ്ങനെ മാറ്റാം എന്നുള്ള ആ ഒരു മാനേജ്മെന്റിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് സ്ലീപ്പ് സൈക്കിൾ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഒരിക്കലും ലൈക്ക് ഒരുപാട് നേരം രാത്രി ഇരുന്ന് എഴുതുക, അതൊരു രസമാണ്. ഇപ്പൊ എനിക്കൊക്കെ തന്നെ ഞാൻ 12 മണി വരെ ഇരുന്ന് എഴുതി, അല്ലെങ്കിൽ ഞാൻ 1 മണി വരെ ഇരുന്ന് ഞാൻ എഴുതി എന്ന് പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് ഒക്കെ തന്നെയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ തോന്നും, അവള് 12 മണിയോ 1 മണിയൊക്കെയാണ് ഉറങ്ങുന്ന ആ കൊച്ച്, അത്രമാത്രം അവൾ വർക്ക് ചെയ്യാണ്. കേൾക്കാനൊക്കെ നല്ല സുഖമാണ്. അവര് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അത് നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകാനേ പാടില്ല. ഒരു 11 o'clock നിങ്ങളുടെ എഴുത്തൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് 11 o'clock നിങ്ങൾ കിടക്കുക. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞാലും പകുതി പേര് ഇത് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം ഞാനിത് ഇതേ സിറ്റുവേഷൻ കഴിഞ്ഞ് തന്നെയാണല്ലോ ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കറിയാം, ഇനിയിപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളത് എല്ലാവരും അത് കേൾക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട അവസരം വരും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ പറ്റുന്ന മാക്സിമം നിങ്ങളത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ തീർച്ചയായിട്ടും അത് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യും. എക്സാമിന് തലേ ദിവസവും ഒക്കെ നിങ്ങൾ ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പറ്റുന്നിടത്തോളം സമയം നിങ്ങൾ 11 മണിക്ക് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കാം.
ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികളുടെ കാര്യമാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് ഭയങ്കര ബുജിയായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. അവിടെ ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു രീതിയിൽ തന്നെ വരുന്നൊരു കുട്ടിയാണ്. അവിടെ ഇരുന്ന് രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചു, രാത്രി നല്ല ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചു. അതിനുശേഷം അടുത്ത ദിവസം വയ്യാണ്ടാവുകയാണ് ചെയ്തത്. അടുത്ത ദിവസം അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ആ എക്സാം എഴുതാനായിട്ട് അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. IV ഒക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചെയ്തത് നെക്സ്റ്റ് ഡേ. അപ്പോൾ അത് ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തത് ഇതേപോലെ തന്നെ ഒരു 10 റാങ്കിനകത്തൊക്കെ വരുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് രാവിലെ ടൈമിൽ പഠിക്കുന്ന ഇഷ്ടമില്ല, അവൾ രാത്രിയാണ് ഇരുന്ന് പഠിക്കുന്നത്. അവൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ഒരു 2 o'clock വരെ പഠിച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ 3 o'clock പിന്നെ എണീറ്റിരുന്ന് പഠിക്കും. അങ്ങനെ അവൾ ആ തലേ ദിവസം ഇരുന്ന് പഠിക്കും, നെക്സ്റ്റ് ടൈം എക്സാം എഴുതും, അടുത്ത ദിവസം ആ ഒരു റാങ്ക് സ്കോറിൽ തന്നെ വരും. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതുമായിട്ടൊരു അഡാപ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് പോകാവൂ. അതിനൊരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ദിവസവും രാത്രി എണീറ്റിരുന്ന് പഠിച്ച് ശീലമുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇൻസ്പയർ ആയിട്ട് രാത്രി എണീറ്റിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സ്ലീപ്പ് സൈക്കിളിന്റെ ആ ഒരു കേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഇഷ്യൂ നമ്മൾ മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസും പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂവും പകുതിയും അങ്ങ് കുറയും. അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് ഏക്കും കഴുത്തിന്റെ ബാക്കിലുള്ള ഈ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ഒരുപാട് കുനിഞ്ഞ് ഇരുന്ന് എഴുതാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ നിങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, കൂനി ഇരിക്കരുത്. കാരണം അതൊരു ലോങ് ടേമിൽ നമ്മൾ എഴുത്ത് നമുക്ക് ഒരുപാടുണ്ട് എഴുതാനായിട്ട്. എൻ്റെ ഇവിടെ കാണുന്ന ബുക്ക് കണ്ടോ, എൻ്റെ ഇവിടുത്തെ ഇതെല്ലാം റിട്ടൺ ആണ്, പ്രിന്റഡ് അല്ല. ഇതെല്ലാം ഞാൻ കൈവച്ച് എഴുതിയ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഇത് ഒരു ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലേക്കാണ്, കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ അകത്താണ്. അപ്പോൾ ഇതേപോലെ എഴുതാൻ ഒരുപാടുണ്ട്. അപ്പൊ ഈ ഒരു എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നും അല്ല എഴുതാനുള്ളത്. അതുകൊണ്ട് ലോങ് ടേമിൽ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞിരുന്നൊക്കെ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് പെയിനൊക്കെ ഉണ്ടാക്കും. അത് നമ്മുടെ ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്കൊരു ഭയങ്കര അൺഈസി ഫീൽ ചെയ്യും ഈ ഒരു വയ്യായികയൊക്കെ കൊണ്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. നല്ലൊരു ഹൈറ്റിൽ തന്നെ നിങ്ങൾ ഇരുന്ന് എഴുതാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ ചിലവാക്കിക്കോ, പ്രശ്നമില്ല. ഒരു ഇടയ്ക്കുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഓരോ ഡേ ഇടവിട്ടോ എങ്ങാനും ഒക്കെ നിങ്ങൾ ഒരു സ്കിൻ കെയർ ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മോൾ ആരാന്നാണ് ചോദിക്കുന്നത്. കാരണം പോയ പോലെയല്ല തിരിച്ചു വന്നത് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലേക്ക് പറിച്ചിടാനുള്ള കുറച്ചൊക്കെ കാണത്തുള്ളൂ, പിന്നെ ഉള്ളിലോട്ടൊന്നും കാണൂല എന്ന് പറയുന്നവരുണ്ട്. കാരണം നന്നായിട്ട് കൊഴിയും. എനിക്ക് നന്നായിട്ട് കൊഴിഞ്ഞു. എനിക്കിത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഹെയർ ഒരു സൈഡിൽ പിന്നെ ഇടാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചിടുമ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വന്നത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഒക്കെ നിങ്ങൾ കുറച്ച് സമയമൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒന്ന് വിചാരിച്ചാലായിട്ട് അതൊരു സമയമൊക്കെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിൽ പെയിൻ ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ അരുമ്പാറയാണെന്നോ നിങ്ങൾ പറയുന്നത്, കുറച്ച് എനിക്കത് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് തിക്കായിട്ടൊക്കെ സ്കിന്ന് വരും, തഴമ്പ് വരിക എന്ന് പറയത്തില്ല, അതുപോലെ തഴമ്പ് പോലെ ഇങ്ങനെ വരിക. ചിലർക്ക് അവിടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു പിമ്പിൾ രീതിയിൽ വന്നിട്ട് അത് ചിലപ്പം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ആ ഒരു കാര്യം. അപ്പൊ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കുറച്ച് നേരം നിങ്ങളിരുന്ന് എഴുതി നിങ്ങളുടെ കൈ ഒന്ന് വേദനിക്കുക അല്ലെങ്കിൽ ഹാർഡ് ആവുന്നു എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ബാൻഡേജോ അല്ലെങ്കിൽ ഒരു ടേപ്പോ എന്തെങ്കിലും ഒന്ന് ടൈ ചെയ്ത് ഒന്ന് കെട്ടിയിട്ട് നിങ്ങൾ എഴുതും കേട്ടോ. അത് വെച്ച് തന്നെ പിന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ടേപ്പ് നിങ്ങളുടെ കയ്യിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കളിയാക്കണമെങ്കിൽ പോട്ടങ്ങ് കളിയാക്കിക്കൊണ്ട് പോട്ടെ. അവിടെ ഒരു പിമ്പിള് പോലെ വരിക അല്ലെങ്കിൽ അവിടെ ഒരു തഴമ്പ് വന്ന് നമ്മുടെ കൈ കാണുമ്പോഴത്തേക്കും ഒരു കൊള്ളില്ല എന്ന് തോന്നുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആ ഒരു ബാൻഡേജ് തന്നെയാണ്. സോ ഒരു ബാൻഡേജ് ഇടുകയോ ഒന്ന് ക്ലോത്ത് ഒന്ന് ടൈ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ടേപ്പ് എങ്ങാനും ചുറ്റി വെക്കുകയോ എങ്ങാനും ചെയ്യുക. നമുക്ക് കുഞ്ഞായിട്ട് അത് പോയതിന് ശേഷം നമുക്ക് തിരിച്ച് ആ ഒരു ടേപ്പ് റിമൂവ് ചെയ്യുക. എനിക്കത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് വന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ഒരു
ടേപ്പ് വച്ച് ചുറ്റിയതിന് ശേഷമായിരുന്നു ഇരുന്ന് എഴുതുന്നത്. എഴുതാനൊക്കെ ഇത്തിരി പാടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പാട് പോലും ഇപ്പൊ കാണാനില്ല, ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ഒരു വില്ലനായിട്ട് നമ്മുടെ ഗേൾസിന്റെയൊക്കെ ലൈഫിൽ വരുന്ന ഒരു കാര്യമാണ് PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ പ്രോപ്പർ ആയിട്ട് രീതിയിൽ നമുക്ക് ആവാണ്ട് ഭയങ്കരമായിട്ടൊരു ഡിസോർഡർ രീതിയിൽ വരികയും അത് പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ചെറിയ ചെറിയ സിസ്റ്റുകൾ നമ്മുടെ യൂട്രസിൽ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ലീഡ് യു ടു പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇത് പല കുട്ടികൾക്കും ഇത് വരുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി അറിയത്തൊന്നും ആയിരിക്കില്ല. ഇതിന് മുന്നേ എനിക്കും ഇത് അറിയില്ലായിരുന്നു. ചെറിയ രീതിയിൽ ഇതിന്റെ ഒരു സിംറ്റംസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പല കുട്ടികൾക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഡെയിലി എക്സസൈസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരുന്നത് തന്നെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഡെയിലി എക്സസൈസ് ചെയ്യുക. എത്ര പറഞ്ഞാലും ഡെയിലി എക്സസൈസ് ചെയ്യില്ല. എൻ്റെ അമ്മ എങ്ങനെ ഇത് കേട്ടാൽ എന്നെ ഓടിച്ചിട്ടടിക്കും. കാരണം അമ്മ എന്നോട് എക്സസൈസ് ചെയ്യുന്നു പറഞ്ഞ് അമ്മയ്ക്ക് തന്നെ ഇപ്പം മടുത്തു. ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യൂലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒത്തിരിയെങ്കിലും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നിങ്ങളൊരു പാട്ടെങ്ങാനും വെച്ച് നല്ല രീതിയിൽ ബോഡി അനങ്ങുന്ന രീതിയിൽ ഒന്ന് തുള്ളി അങ്ങ് ഡാൻസ് കളിച്ചാലും മതി, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നിങ്ങൾ കുറച്ച് നേരമെങ്കിലും ഒരു എക്സസൈസിങ് അല്ലെങ്കിൽ ബോഡി ഒന്ന് അനങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. അല്ലെങ്കിൽ അത് ഫിസിക്കലി നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും. അടുത്തതായിട്ട് നമുക്ക് ഇമോഷണലി ഉള്ള കാര്യങ്ങളിലേക്ക് പോവാം അല്ലേ. ഇമോഷൻസ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും ഫിസിക്കൽ കാര്യങ്ങൾ നമുക്ക് പിന്നെയും മാനേജ് ചെയ്യാൻ പറ്റും. ഇമോഷണലി നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് നഴ്സിംഗ് ലൈഫ് തുടങ്ങി എൻ്റെ ഒരു ക്ലിനിക്കൽ ലൈഫിലേക്ക് പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു 24 ഇയേഴ്സ് ഒക്കെ ഉള്ളൊരു ചേട്ടനായിരുന്നു. ആൻഡ് ഇപ്പോൾ ആ ചേട്ടൻ ജീവിച്ചിരിപ്പില്ല, ഹീസ് നോ മോർ. അപ്പോൾ അന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ലൈഫ് മുന്നോട്ട് പോവോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ, അതും കുറച്ചും കൂടെ ഓൾഡ് ആയിരുന്നെങ്കിൽ പിന്നെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേനെ. ഞാൻ അത്ര മെന്റലി വീക്കൊന്നും അല്ല. ഓൾഡ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേനെ. ബട്ട് ആ ഒരു 24 ഏജ് ഒക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി. ഞാൻ വീട്ടിൽ വന്നിട്ടും 2-3 ദിവസം ഞാൻ അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നത്തെ ആ ഒരു ചേട്ടൻ ഇപ്പോൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് ആ ടൈമിലും എന്നെ മെന്റലി ഹർട്ടാക്കി. ഒരുപാട് ഞാൻ വിഷമിച്ചു. കാരണം നമ്മളൊക്കെ പറന്ന് നടക്കണം, നല്ല ഫ്രീ ആയിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഏജ് ആണല്ലേ. അപ്പോൾ ആ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ കാണുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കുഞ്ഞു കാര്യമാണ്. ഇതൊക്കെ വരുന്നതിൽ ഏറ്റവും കുഞ്ഞാണെന്ന് പറയാം. നിങ്ങളുടെ ഇമോഷണലി ഭയങ്കരമായിട്ട് തളർത്തിക്കളയുന്ന ഒരുപാട് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകും. എസ്പെഷ്യലി പീഡിയാട്രിക് സെക്ഷനിലേക്കൊക്കെ നിങ്ങൾ പോവില്ലേ, ആ സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മെന്റലി അങ്ങ് വിഷമം വരും. കാരണം കുഞ്ഞു കുഞ്ഞു വാവുകളെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ കാണുന്നത്. ഭയങ്കരമായിട്ട് ഇമോഷണലി അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. ഇത് പഠിക്കുന്ന കാലത്ത് കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ആ സമയത്ത് ഇതിൻ്റെ അപ്പുറമായിരിക്കും. സോ ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണം. ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ദിസ് ഇസ് ലൈഫ് ആൻഡ് ഐ എം ഹിയർ ടു കെയർ ദം. അവരെ കെയർ ചെയ്യുക, അവരെ നോക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെയാണ്, ലൈഫ് ഇങ്ങനെയാണ്. അവരെ കെയർ ചെയ്യുക, അവർക്കൊരു നല്ല ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന് കണ്ട് അതൊരു പോസിറ്റീവായിട്ട് എടുത്ത് അവരെ കെയർ ചെയ്യാനും ഒക്കെ പറ്റുക. ഈ കാര്യങ്ങൾ കണ്ട് ഇമോഷണലി നമ്മളും അങ്ങ് ഡൗൺ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവരെ ഹെൽത്തി ആക്കാൻ പറ്റില്ല. സോ ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ അധികമായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് അനുസരിച്ചിരിക്കും. ടീച്ചേഴ്സ് വഴക്ക് പറയും, ടീച്ചേഴ്സ് ഒരുപാട് വഴക്ക് പറയും, ഒരുപാട് തന്നെ ടീച്ചേഴ്സ് വഴക്ക് പറയും. പക്ഷേ കമ്പയർ ടു നമ്മൾ എന്താണ് ഇനി ഫ്യൂച്ചറിൽ നേരിടാൻ പോകുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുമല്ല.
നിങ്ങൾ ഒരു ക്ലിനിക്കൽ സൈഡിൽ പോയിട്ട് നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞ കുട്ടികൾ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾ കാണുമ്പോഴല്ലേ നിങ്ങളുടെ ടീച്ചേഴ്സ് 2 വഴക്ക് പറയുന്നതൊന്നും അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. സോ ടീച്ചേഴ്സ് ഒരുപാട് വഴക്ക് പറയും. നിങ്ങളുടെ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻറ് നേഴ്സായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സസും മെയിൻ നേഴ്സസും സ്റ്റാഫ് നേഴ്സസും ഒരുപാട് നിങ്ങളെ ചൊറിയും. അത് നേരിടണം. അങ്ങനെയൊക്കെ നേരിട്ട് വന്നാലേ, അങ്ങനെയൊക്കെ നേരിട്ടാണ് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവാൻ പോകുന്നത്. അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നേരിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഭയങ്കരമായിട്ട് ടീച്ചേഴ്സ് വഴക്ക് പറയും കേട്ടോ. ഞാൻ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞ് അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നെ ഒരുപാട് ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് വഴക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിള്ളേർ മറ്റേ ജാൻമണി പറയും പോലെ പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്ന് പറയും. ഒരുപാട് പറയും, എനിക്ക് പറ്റൂലടി, എനിക്ക് നഴ്സിംഗ് വേണ്ട, എന്തിനാണോ എന്തോ നഴ്സിങ്ങിന് കയറി വന്നത് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഡിസ്കണ്ടിന്യൂ ഒന്നും ചെയ്തൊന്നും പോയിട്ടില്ല. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനെ നേരിട്ട് പോയിട്ടൊക്കെ ഉള്ളു. അപ്പോൾ ടീച്ചേഴ്സ് വഴക്ക് പറയുന്നതൊക്കെ ഫ്യൂച്ചറിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്കാനാണെന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഇമോഷണലി നിങ്ങളെ ഓക്കെ ആക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചില കുട്ടികൾ വരയ്ക്കും, ചില കുട്ടികൾ ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്യും, ചില കുട്ടികൾ ഒരുപാട് നിങ്ങൾ ജേണലൊക്കെ കാണാറില്ലേ, യൂട്യൂബിലൊക്കെ ഒരുപാട് ജേണൽസ് ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുക. നിങ്ങൾ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്, പക്ഷെ നഴ്സിംഗ് ടൈം ആകുമ്പോൾ നിങ്ങൾ അതൊക്കെ അങ്ങ് കളയും, അതിലോട്ടൊന്നും പോവാണ്ടിരിക്കും, പഠിത്തം മാത്രമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ ആ എക്സ്ട്രാ ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ബോർ അടിക്കില്ല. നമുക്കൊരു ബോർ അടിക്കുവാണെങ്കിൽ ഇത് വല്ലതും ചെയ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ആങ്സൈറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. ഇപ്പോൾ ഡിഗ്രി കോളേജിലേക്ക് പോയ ഫ്രണ്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയ ഫ്രണ്ട്സ്, അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷനിലേക്ക് പോയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണും. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ്, ഒരുപാട് സെലിബ്രേഷൻസ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരും. ഇങ്ങനെയുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴൊക്കെ തന്നെ നിങ്ങളെല്ലാവരും, ഇപ്പോൾ എല്ലാവരുടെയും ഒരു രീതിയാണല്ലോ, അതൊക്കെ സ്റ്റാറ്റസ് ഇടും. നിങ്ങൾ അതൊക്കെ ഇരുന്ന് കാണും. നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഡിഗ്രി കോളേജിലേക്ക് എൻജോയ് ചെയ്യുന്നു, അവിടുത്തെ എലക്ഷൻ, അവരുടെ ടൂറ്, അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ അവരിങ്ങനെ സ്റ്റാറ്റസ് ഇടും. അത് ഇൻസ്റ്റഗ്രാമിലായാലും അത് വാട്സപ്പിലായാലും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. അതൊക്കെ കണ്ടിട്ട് അവരൊക്കെ ലൈഫ് അടിച്ച് പൊളിക്കുക, ഞാനിവിടെ പോസ്റ്റിങ്ങും എഴുത്തും ഒന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ കാണും, നിങ്ങളുടെ കസിൻസിന്റെ മാരേജ്, കസിൻസിന്റെ എൻഗേജ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നൂലുകെട്ട്, ഇവിടുത്തെ പാലുകാച്ച്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് കാണും. നിങ്ങൾക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാണ്ട് ആയിപ്പോവും. നിങ്ങൾക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരും. നിങ്ങൾക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ലീവ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും. ആ സമയത്ത് ഭയങ്കര ഇമോഷണലി ഡൗൺ ആവും. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു ഫ്രണ്ട്സിനെ പോലെ എനിക്ക് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുക 4 years കഴിഞ്ഞിട്ട് ഞാൻ അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാനായിട്ടാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഓരോരുത്തരുടെയും മെൻ്റൽ സ്റ്റാറ്റസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പല രീതിക്കായിരിക്കും നിങ്ങൾക്ക് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ കീ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതിനെ മാനേജ് ചെയ്യുക, സ്വന്തമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് നേഴ്സായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും. ഒരു നല്ല ഒരു പ്രൊഫഷൻ തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നേഴ്സ് ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തിങ്ക് ട്വൈസ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ തീർച്ചയായിട്ടും പറ്റും. ഒരു നേടണം എന്നുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് പാസ്സാകാനും പറ്റും. സോ പാസ്സാകുന്ന കാര്യവും പഠിക്കുന്ന കാര്യവും ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. നിങ്ങൾ ആരായാലും നിങ്ങൾക്കത് പറ്റും. ഓക്കെ, പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള കാര്യമാണ്. ഇമോഷണലി ഞാൻ നേഴ്സ് ആവാൻ റെഡിയാണ്, ഞാൻ ബാക്കിയുള്ളവരെ കെയർ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്, ഇമോഷണലി ഞാനൊരു നേഴ്സ് ആവാൻ ഐ ആം പെർഫെക്റ്റ്
എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ, ഞാനൊരു നല്ല നേഴ്സ് ആകുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പഠിക്കുന്ന കാര്യം സെക്കൻഡറി. ഓക്കെ, ഈ ഒരു നേഴ്സ് ആകാൻ നിങ്ങൾക്ക് മെന്റലി പറ്റുമോ എന്നുള്ളതായിരിക്കണം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. അത് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യൂസും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കാര്യം വരുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമോ, ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനിയും പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും ഇതേപോലുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ റിപ്ലൈ തരിക, കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.